പാലക്കാടൻ ഗ്രാമത്തെ ഉത്സവലഹരിയിൽ ആഴ്ത്തിക്കൊണ്ട് കൊടിയേറ്റം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ നാട് തോൽപ്പാവക്കൂത്തിന്റെയും കുമ്മാട്ടിക്കളിയുടെയും നിഗൂഢമായ താളത്തിനൊപ്പം ചുവടുവെച്ചു. വീടിനു മുന്നിലൂടെയുള്ള ഗജവീരന്മാരുടെ എഴുന്നള്ളത്തും തായമ്പകയുടെ ഗാംഭീര്യവും നഗരത്തിലെ തിരക്കുകളിൽ നിന്നെത്തിയ അവനെ വല്ലാതെ വിസ്മയിപ്പിച്ചു. ഇന്ന് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സുധേ, ഞാനെന്താ ദേവൻകുഞ്ഞിനെ നോക്കിയിട്ട് വരാം. നീ ആ കവറിങ് എടുത്തേ. ആ, ദാ വരുന്നു കൃഷ്ണേട്ടാ. ആഹാ, ഇവിടെ എല്ലാരും റെഡിയാകുന്നതേ ഉള്ളോ? ഞാനിതാ റെഡി. കുഞ്ഞേ, ഇന്ന് പ്രധാന ദിവസമല്ലേ? ഇന്നും ഈ ജീൻസ് ആണോ വേഷം? എന്താ, കൊള്ളില്ലേ? ഞാൻ ഇന്നലെ വാങ്ങിയതാ. എന്നാ ഇതൊന്ന് നോക്കിക്കേ. ഇത് എനിക്കാണോ? അതെ കുഞ്ഞെ, ഉത്സവത്തിന് കുഞ്ഞിനു കൂടി ഡ്രസ്സ് എടുക്കാനാ ഞാൻ ഇവരെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് കുഞ്ഞെല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി. പിന്നെ ഇത് ഞാൻ തന്നെ പോയി വാങ്ങിയതാ. തുറന്നു നോക്കിക്കേ. എന്താ കുഞ്ഞെ, ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? ഇത് ഉടുക്കാൻ എനിക്ക് അറിയില്ലെന്നേ ഉള്ളൂ. അതിനെന്താ, ഞാൻ ഉടുപ്പിച്ചു തരാലോ. നന്ദു, കഴിഞ്ഞില്ലേ കുട്ടി? ഇറങ്ങാം, വായോ. ആ അമ്മേ, വരുന്നു. ആഹാ, അച്ഛന്റെ കുട്ടി സുന്ദരിയായല്ലോ. എന്നാ നിങ്ങൾ പൊക്കും. ഞാൻ കമ്മിറ്റി ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. ആ, ശരി കൃഷ്ണേട്ടാ. നന്ദു, അങ്ങോട്ട് നോക്ക്. ആഹാ, മാണിക്കത്തമ്മ വന്നല്ലോ. ഇങ്ങോട്ട് വാ മോളെ. അമ്മേ, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാവേ. നിക്കു കൂട്ടി, ഞാനും വരുന്നു. എന്താ മോളെ, നിന്റെ ആ പഴയ ആഗ്രഹം നടന്നില്ലേ? പുറത്തുപോയി പഠിക്കണമെന്ന് നീ പണ്ടെന്നോട് പറഞ്ഞിരുന്നല്ലോ, അത് നടന്നില്ലേ? ആ, അതൊക്കെ അപ്പോഴേ നടന്നു മാണിക്കത്തമ്മേ. എന്നാ ഇപ്പൊ എന്റെ കൈ നോക്കിയൊന്ന് പറഞ്ഞേ, ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന്. കൈ ഇവിടെ കൊണ്ടുവരൂ കുട്ടി. നന്നായിരിക്കുന്നു. നിന്റെ കൈരേഖയിൽ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് ഒരു മാംഗല്യ യോഗമാണ്. അധികം വൈകാതെ തന്നെ അത് നടക്കും. വാട്ട്, റിയലി? ഇവരെങ്ങനെ ഇത്ര വേഗം അറിഞ്ഞു? ഇൻട്രസ്റ്റിംഗ്. എന്നിട്ട് എങ്ങനെയാ മാണിക്കത്തമ്മേ, ലക്ഷണങ്ങളൊക്കെ ഒത്തുവരുന്നുണ്ടോ? നല്ല പയ്യനെ തന്നെ കിട്ടുവോ? മോളുടെ നക്ഷത്രം പുണർത്തം. അത് സാക്ഷാൽ പാർവതി ദേവിയുടെ അംശമുള്ള നക്ഷത്രമല്ലേ? അപ്പോൾ കിട്ടുന്ന ആൾ ആ ശൈലപുത്രിയെ ചേർത്ത് പിടിക്കുന്ന ശിവഭഗവാനെ പോലെയുള്ള ഒരാളായിരിക്കും. ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ
വലിയ സ്നേഹമുള്ള ഒരാൾ. സാക്ഷാൽ പാർവതി പരമേശ്വരന്മാരെ പോലെ മനോഹരമായൊരു ചേർച്ചയായിരിക്കും നിങ്ങളുടേത്. ഇത് ഇതാ മാണിക്കത്തമ്മേ, കൈതയ്ക്കൽ വാങ്ങിയ മോൻ. പേര് ദേവാനന്ദ്. ഞങ്ങൾക്കിപ്പോ സ്വന്തം മോൻ തന്നെയാ. മോനെ, നിന്റെ നക്ഷത്രം ഏതാ? അത് എനിക്കറിയില്ലല്ലോ. ആ കൈയിങ് കൊണ്ടുവരൂ കുട്ടി. നക്ഷത്രം നീ അറിയണമെന്നില്ല, പക്ഷേ നിന്റെ നെറ്റിയിലത് തെളിഞ്ഞു കാണുന്നുണ്ട്. തിരുവാതിര. കണ്ടത്തിൽ വിഷമൊളിപ്പിച്ച ലോകത്തെ രക്ഷിക്കുന്ന ആ പരമശിവന്റെ നക്ഷത്രം. ആതിര തൻ നെറ്റിയിൽ അഗ്നിയുമായി മേവും ആദിദേവൻ തൻ അംശമീ ബാലൻ. ചന്ദ്രകല ചൂടും തപസ്സി തൻ നിഴലായി പുണർത്തത്തിൽ കുളിർ മഴ പെയ്തിറങ്ങും. വിധി തുന്നിയ നൂലിൽ ഈ മംഗല്യ സൂത്രം അറിയാതെ താനെ കോർക്കപ്പെടും. മാണിക്കത്തമ്മേ, ഇതിന്റെ അർത്ഥം കൂടിയൊന്ന് തെളിച്ച് പറയാമോ? അർത്ഥം കാലം പറഞ്ഞു തരും കുട്ടി. ആതിര എവിടെയുണ്ടോ അവിടെ പുണർത്തമെത്തും. നെറ്റിയിൽ കനലൊളിപ്പിച്ചവനെ തണുപ്പിക്കാൻ മഴച്ചാറ്റൽ തന്നെ വേണം. മനുഷ്യർ നിശ്ചയിക്കുന്നതിനു മുൻപേ വിധി എഴുതി കഴിഞ്ഞു. ഈ അമ്പലമുറ്റത്തെ ദേവൻ തന്നെ അതിന് സാക്ഷി. എന്നാ ശരി മാണിക്കത്തമ്മേ, ഞങ്ങൾ അങ്ങോട്ട് പോയി വരൂ മക്കളെ. അമ്മേ, എനിക്ക് ഡാൻസിന് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അയ്യോ കുട്ടി, ഞാൻ പൈസ എടുത്തിട്ടില്ലല്ലോ. അച്ഛൻ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ നിനക്ക് വാങ്ങിക്കൂടായിരുന്നോ? ഞാനെന്നാ അച്ഛനെ നോക്കിയിട്ട് വരാം. നന്ദു, നിക്ക്, വാ, ഞാൻ വാങ്ങിത്തരാം. അത് വേണ്ട, ഞാൻ അച്ഛനെ കണ്ടുപിടിച്ചോളാം. നടക്ക്. ചെല്ല്. നീ ഇങ്ങനെയുള്ള സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ വിശ്വസിക്കുന്നുണ്ടോ? ഇതൊന്നും ഒരു സൂപ്പർസ്റ്റിഷൻ അല്ല. മാണിക്കത്തമ്മ പറഞ്ഞ അത് നടക്കും. അപ്പോൾ നമ്മുടെ മാരേജിന്റെ കാര്യം? അതിന് നമ്മുടെ കല്യാണക്കാര്യൊന്നും മാണിക്കത്തമ്മ പറഞ്ഞില്ലല്ലോ. നിന്റെ ഇത്രയും അടുത്ത് ഈ ശിവനുള്ളപ്പോ മറ്റൊരു ശിവൻ വരുമെന്ന് നീ കരുതുന്നുണ്ടോ? നെവർ. വിവാഹം ഒരു യോഗമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ഒന്നല്ല. ഒരാൾക്ക് യോജിച്ച ആൾ സമയമാവുമ്പോ വരും. പിന്നെ ചേർച്ചയും മാതാപിതാക്കളുടെ താല്പര്യമൊക്കെ നോക്കിയേ അത് ഉറപ്പിക്കുള്ളൂ. നമുക്ക് നോക്കാം. Show me that red one. ചേച്ചിയുടെ കൈ ഒന്ന് കാണിച്ചേ, സൈസ് ആകുമെന്ന് നോക്കട്ടെ. ഇയാളോട് ഞാനല്ലേ വള ചോദിച്ചത്? ഓ, ക്ഷമിക്കണം ചേട്ടാ, ഞാൻ ഓർത്തത് ഈ ചേച്ചിക്ക് വേണ്ടിയാണെന്നാണ്. What is the price? പ്രൈസ് 100 രൂപ. Meera, show me your hands.
താൻ തന്റെ പണിയെടുത്താ മതി. എന്റെ പണിയെടുക്കാൻ എനിക്കറിയാം. ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നോ എന്തോ. ഹായ്. നല്ല വളം. ഇനി എന്തെങ്കിലും നിനക്ക് വേണോ? ഏയ് മതി. അപ്പോ സാറിന് മലയാളമൊക്കെ അറിയാലേ? ഓ പിന്നെന്താ, മലയാളവും ഇംഗ്ലീഷും കുറച്ച് കന്നഡയും അല്പസ്വല്പ ഹിന്ദിയും ഒക്കെ അറിയാം. അപ്പോ വരട്ടെ. ചിരിക്കടി ചിരിക്ക്. വല്ലവരും കയറി കളിയാക്കുമ്പോ എന്തേലും തിരിച്ചു പറയാ. എവിടുന്ന് എന്നെ കളിയാക്കുമ്പോ മാത്രം ചിരിക്കാനറിയാം. സോറി ചേച്ചി. ടാ സോറി ചേട്ടാ, അറിയാതെ ഇടിച്ചതാ. ഇങ്ങോട്ട് നീങ്ങി നടക്ക്. ഇല്ലെങ്കിൽ വരുന്നവരും പോകുന്നവർക്കൊക്കെ നിന്നെ ഇടിക്കാനേ നേരം കാണുള്ളൂ. അതിനയാള് അറിയാതെ ഇടിച്ചതല്ലേ? നോ. ഓ. ആ ശൈലപുത്രിയെ ചേർത്തു പിടിക്കുന്ന ശിവഭഗവാനെ പോലെ ഉള്ള ഒരാളായിരിക്കും. ഗൗരവക്കാരനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ വലിയ സ്നേഹമുള്ള ഒരാൾ. തിരുവാതിര, ആ പരമശിവന്റെ നക്ഷത്രം. നമുക്കെന്നാ വീട്ടിലേക്ക് പോയാലോ? ഇനി വൈകിട്ട് വരേണ്ടതല്ലേ? ഞാനും മടുത്തു. ഐസ്ക്രീം വേണ്ട, വൈകിട്ട് അച്ഛനെ കൊണ്ട് വാങ്ങിപ്പിക്കാം. ഐസ്ക്രീം വേണോ നന്ദു? അത് എനിക്ക് വേണ്ട കുട്ടി. ചെറിയ തലവേദന, വെയില് കൊണ്ടതിന്റെ ആവും. ഞാൻ വണ്ടിയിലിരിക്കാൻ ദേവകുഞ്ഞെ, നിങ്ങൾ കഴിച്ചിട്ട് പോരെ? ദേവേട്ടന് വേണ്ടേ? നോ, ഐ ആം ഫൈൻ. ഇവിടെ ഇനിയും പുറകെ പോയിരിക്കാനുള്ള പരിപാടിയാണോ? നോ 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 നോ. ഐഷ് നന്ദു പ്ലീസ്, മുന്നിൽ കയറി പ്ലീസ്. അമ്മ ഉറങ്ങുമല്ലേ, ഫ്രണ്ടിൽ കയറി പ്ലീസ്. നന്ദു, ഫ്രഷായി വന്നിട്ട് എനിക്കൊരു കോഫി ഇട്ട് തരണേ. ചെറിയൊരു തലവേദന. നന്ദു, അമ്മ ഒന്ന് കിടക്കട്ടെ, ഇല്ലെങ്കിൽ വൈകിട്ടത്തെ പോക്ക് കണക്കാവും. അമ്മ കിടന്നോ, ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മാറിക്കോളും. ദേവൻകുഞ്ഞിന് കാപ്പിയിട്ട് കൊടുക്കണേ കുട്ടി, മറക്കണ്ട. പാവം, നമുക്ക് വേണ്ടി എത്രയാ കഷ്ടപ്പെടുന്നത്. ആ അമ്മേ, ഞാൻ ഇട്ട് കൊടുത്തോളാം.
ഉഹും. ഇത്ര പെട്ടെന്ന് വന്നോ? എന്തായി കാണിക്കുന്നേ? മാറി നിക്ക്. ദേവേട്ട മാറി. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. യു കണ്ടിന്യൂ. ഉം. എനിക്ക് കോഫി ഒന്നും വേണ്ട നന്ദു. എനിക്ക് ഐ നീഡ് സംതിങ് എൽസ്. ദേവേട്ട വിട് വിട് വിട. എന്നെ താഴെ ഇറക്ക് പ്ലീസ്. ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. ഡോണ്ട് ഗോ. ഞാനൊന്നും ചെയ്യില്ല. അവൾ ആദ്യം കണ്ടതും അറിഞ്ഞതുമായ ആനന്ദിൽ നിന്നും ഒത്തിരി മാറ്റം ഇപ്പോൾ അവന് വന്നിട്ടുണ്ട്. പഴയതുപോലെ ആ കണ്ണുകളിൽ ഇപ്പോൾ അഹങ്കാരമോ പുച്ഛമോ കാമമോ ഒന്നുമില്ല. സ്നേഹം മാത്രം. സ്നേഹം മാത്രമേ അവൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. നീ എന്നോട് എന്ത് മാജിക്കാ ചെയ്തേ? സത്യം പറയാലോ, ഞാനിവിടെ വരും വരെ എനിക്കറിയില്ലായിരുന്നു പ്രണയം എന്താണെന്ന്. ഇങ്ങനെയുള്ള ആത്മാർത്ഥമായ വികാരങ്ങൾ അതൊക്കെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാ മനസ്സിലാക്കുന്നത്. ഇവിടുന്നാ ഒരച്ഛൻ്റെ കരുതലും ഒരമ്മയുടെ വാത്സല്യവും ഒക്കെ ഒക്കെ ഞാൻ അറിയുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ലൂസ് ഇറ്റ്. നിന്റെ മാണിക്കത്തമ്മ പറഞ്ഞതുപോലെ നമുക്ക് കല്യാണം കഴിച്ചാലോ നന്ദു? ഇതും ഒരു നാടകമാണെന്ന് പറയല്ലേ മീര. എനിക്കറിയാം ആദ്യം എനിക്ക് തെറ്റുപറ്റിയെന്ന്. പക്ഷേ ഇപ്പോ എത്ര ദിവസമായെന്ന് ഓർമ്മയുണ്ടോ? എനിക്കിനിയും വയ്യ നന്ദു. ഐ നീഡ് യു. ഇങ്ങനെ അടുത്ത്. എനിക്ക് എന്താ പറ്റുന്നേ കൃഷ്ണ? ഞാനിപ്പോ ചുംബിക്കാതെ മാറിയപ്പോ ഒരു നിമിഷം എനിക്ക് തോന്നിയ നിരാശ. ഞാൻ പോയിക്കോട്ടെ? പോക്കോ. പക്ഷേ ഒരു കണ്ടീഷൻ. എനിക്കൊരു കിസ് വേണം. എന്നിട്ട് പോക്കോ. ഇല്ല പ്ലീസ്, ഞാൻ പോകട്ടെ. എന്നാ പോണ്ട. ദേവേട്ട ഞാൻ തരാം. ഓ, അന്നത്തെ പോലെ പറ്റിക്കാനാണ് ഭാവമെങ്കിൽ അതിന്റെ പലിശയും കൂടി ഞാൻ തീർക്കും. പോയിക്കോ. പൊക്കോടോ. സോറി. സോറിയോ? എന്തിനാ സോറി?
അത് അതെനിക്കറിയില്ല. ഈ ഈ കണ്ണുകളിൽ ആദ്യമൊക്കെ ഞാൻ അഹങ്കാരവും പുച്ഛവും മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഇവിടെ വന്നപ്പോ എനിക്കിതിൽ ഈ കാണിക്കുന്നതൊക്കെ ഇതിനൊക്കെ പുറകിൽ എന്തൊക്കെയോ കൂടി ഉള്ളതായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോ എനിക്ക് ഉറപ്പാ ഈ ചിരിയുടെ പുറകിൽ ഒത്തിരി സങ്കടങ്ങളുണ്ടെന്ന്. അത് കൂടാൻ ഞാനൊരു കാരണക്കാരിയായിട്ടുണ്ടെങ്കിൽ സോറി. Finally, someone after Jiva. I can't believe this. Why am I crying? I don't know. ഇങ്ങനെ കരയാൻ മാത്രം എന്നതാ ഉള്ളയാവൂ. Idiot.